നമസ്കാരം സുഹൃത്തുക്കളെ, അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാനായി പോകുന്നത്. 2023 മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ്, പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യ പോയിന്റ് ആയിട്ട് പ്രഥമ വുമൺ പ്രീമിയർ ലീഗ്, വനിതാ പ്രീമിയർ ലീഗ് 2023 ആദ്യമായിട്ട് നടന്നു. 5 ടീമുകളാണ് പങ്കെടുത്തത്. ഏറ്റവും കൂടുതൽ തുക ലഭിച്ച താരം സ്മൃതി മന്ദാനയാണ്. ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്നത് സ്മൃതി മന്ദാനയാണ്. ഓക്കെ, അപ്പൊ വുമൺ പ്രീമിയർ ലീഗ് 2023 ജേതാക്കളായത് മുംബൈ ഇന്ത്യൻസ് ആണ്. വുമൺ പ്രീമിയർ ലീഗ് 2023 ജേതാക്കളായത് മുംബൈ ഇന്ത്യൻസ് ആണ്. റണ്ണറപ്പ് ആയത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ആ ഒരു പോയിന്റ് അവിടെ ഓർത്തോണം. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് വുമൺ പ്രീമിയർ ലീഗ് 2023 കപ്പടിച്ചത് മുംബൈ ആണ്. റണ്ണറപ്പ് ആയത് ഡൽഹിയാണ്. വനിതാ എ ടീമിലെത്തുന്ന ആദ്യത്തെ മലയാളി ആദിവാസി പെൺകുട്ടിയുടെ പേരെന്താണ്? അല്ലെ, പേര് നമ്മളെല്ലാം പത്രങ്ങളിലൂടെ കണ്ടു. പേര് മിന്നു മാണി. അല്ലെ, വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ദേശീയ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യത്തെ മലയാളി ആദിവാസി പെൺകുട്ടിയാണ് ആര്? മിന്നു മാണി. പേര് ഓർത്തു വെച്ചോ, ചോദിക്കാം. അപ്പൊ അതായി. ഇനി അടുത്ത പോയിന്റിലേക്ക് എന്ന് പറഞ്ഞാൽ തന്തൈ വന്യജീവി സങ്കേതം, തന്തൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് താന്തൈ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. തമിഴ്നാട്ടിൽ നിലവിൽ വരുന്ന 18ാമത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് താന്തൈ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ താന്തൈ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു പോയിന്റ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അല്ലെ, 610 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ആയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള താരം. രണ്ടാമത് ലയണൽ മെസ്സി, 485 മില്യൺ ഫോളോവേഴ്സ്. വ്യത്യാസം വരാം, അല്ലെ, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 485 മില്യൺ ഫോളോവേഴ്സോളമായിട്ട് ലയണൽ മെസ്സി 2ാം സ്ഥാനത്താണ്. ഏഷ്യയിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് വിരാട് കോഹ്ലിക്കാണ്. അല്ലെ, 250 മില്യൺ ഫോളോവേഴ്സ് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിരാട് കോഹ്ലി. എന്നാൽ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വനിതയാര്? ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വനിതയുടെ പേരാണ് സെലീന ഗോമസ്. അമേരിക്കൻ ഗായികയൊക്കെയാണ്. സെലീന ഗോമസ് എന്ന പേര് ഓർത്തു വെച്ചോളൂ. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വനിതയുടെ പേര് സെലീന ഗോമസ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വന്നാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് പുരസ്കാരം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് പുരസ്കാരം ലഭിച്ച കായിക താരമാണ് PT ഉഷ. ഓണററി ഡോക്ടറേറ്റ് 4ാം തവണയാണ് ഓണററി ഡോക്ടറേറ്റ് പദവി PT ഉഷയെ തേടിയെത്തുന്നത്. അപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച കായിക താരത്തിന്റെ പേരാണ് PT ഉഷ. നമ്മുടെ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന PT ഉഷ. പേരോർത്ത് വെച്ചോളൂ. ഓക്കെ, ഇനി അടുത്തത് ഇൻഡെക്സ് ആണ്. അതായത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്. 2023 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രഖ്യാപിക്കുമ്പോൾ പതിവ് പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലൊക്കെ തന്നെ 1ാം സ്ഥാനത്തെത്തിയത് ഫിൻലാൻഡ് ആണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തെത്തിയത് ഫിൻലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 126. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 126. ഓർത്തോണം, 126ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഓക്കെ, അപ്പൊ അതൊരു പോയിന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഹോക്കി താരം റാണി റാംപാലിന്റെ പേരിൽ എന്ത് ചെയ്തു? ഒരു ടർഫ് നിലവിൽ വന്നു. അതാണ് റാണീസ് ഗേൾസ് ഹോക്കി ടർഫ്. റാണി റാംപാൽ മുൻ ഇന്ത്യൻ ഹോക്കി താരമാണ്. അതുപോലെ തന്നെ ഹോക്കി ടീം ക്യാപ്റ്റൻ ആയിരുന്നു റാണി റാംപാൽ. അപ്പൊ റാണീസ് ഗേൾസ് ഹോക്കി ടർഫ് ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത്? അല്ലെങ്കിൽ റാണി റാംപാലിന്റെ പേരിലുള്ള ഹോക്കി ടർഫ് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ് ആണ്.
റാണീസ് ഗേൾസ് ഹോക്കി ടർഫ് ഏത് സംസ്ഥാനത്ത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ഓർത്തിരിക്കുക, ഉത്തർപ്രദേശിലാണ്. ഇനി കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയെ കുറിച്ചാണ് പറയാനുള്ളത്. കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയുടെ പേര് ഹരിതരശ്മി എന്നാണ്. ഹരിതരശ്മി പദ്ധതിയുടെ പേര് ഹരിതരശ്മി. കേരള സർക്കാർ പട്ടികവർഗ വിഭാഗക്കാരുടെയിലുള്ള ഭൂമി, എങ്ങനെ ഭൂമി? കാർഷികേതര ഭൂമി, കൃഷി ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഭൂമി. പട്ടികവർഗ വിഭാഗക്കാരുടെ കയ്യിലുള്ള കാർഷികേതര ഭൂമിയെ കൃഷിഭൂമിയാക്കി മാറ്റാനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് ഹരിതരശ്മി. ഹരിതരശ്മി പദ്ധതിയുടെ പേര് ഓർത്തോളൂ, ഹരിതരശ്മി. കാർഷികേതര ഭൂമിയെ കൃഷിഭൂമിയാക്കി മാറ്റുന്ന പദ്ധതിയാണ് ഹരിതരശ്മി എന്ന പദ്ധതി. ഹരിതരശ്മി ഓർത്തിരിക്കുക. ഇനി അടുത്തത് പുരസ്കാരമാണ്. 2023 പ്രഖ്യാപിച്ച മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആരും? 2023 പ്രഖ്യാപിച്ച മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച ആളാണ് ആര്? ബെന്യാമിൻ. ഓർത്തു വെച്ചോളെ. 2023 പ്രഖ്യാപിച്ച മലയാറ്റൂർ പുരസ്കാരം ആർക്ക് ലഭിച്ചു? ബെന്യാമിന് ലഭിച്ചു. ബെന്യാമിൻ അതൊരു പോയിന്റ് ആണ്. മലയാറ്റൂർ പുരസ്കാരം 2023 ബെന്യാമിനാണ്. ഇനി പത്മാലക്ഷ്മി എന്ന് പറയുന്നത് അഭിഭാഷകയാണ്. പത്മാലക്ഷ്മി അഭിഭാഷകയാണ്. പ്രത്യേകത, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷക. എങ്ങനെയാണ് ചോദ്യം? കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാര്? പത്മാലക്ഷ്മി. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മാലക്ഷ്മി. പോയിന്റ് ഓർത്തോണേ, പത്മാലക്ഷ്മി. ഇനി അടുത്ത പോയിന്റിലേക്ക് വരൂ. ISL ഇന്ത്യൻ സൂപ്പർ ലീഗ്. 2022-2023 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീട ജേതാക്കൾ ആര്? 2022-2023 വർഷങ്ങളിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കൾ ആര്? പേര് ഓർത്തു വെച്ചോളൂ. അത് ടീം മോഹൻ ബഗാൻ ആണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കൾ 2022-2023 മോഹൻ ബഗാൻ. ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. അടുത്ത പോയിന്റ് നമുക്കറിയാം, കുടുംബശ്രീ നിലവിൽ വന്നിട്ട് 25 വർഷം കഴിഞ്ഞു. 25 വർഷം കഴിഞ്ഞു അല്ലെ. കുടുംബശ്രീയുടെ 25 വർഷത്തെ വളർച്ച രേഖപ്പെടുത്തുന്ന പരിപാടിയാണ് രചന. കുടുംബശ്രീയുടെ 25 വർഷത്തെ വളർച്ച രേഖപ്പെടുത്തുന്ന പരിപാടിയാണ് രചന എന്ന പദ്ധതി. കേട്ടോ, രചന. കഴിഞ്ഞ 25 വർഷത്തെ കുടുംബശ്രീയുടെ വളർച്ച രേഖപ്പെടുത്തുന്ന പരിപാടിയുടെ പദ്ധതിയുടെ പേരാണ് രചന എന്ന പദ്ധതി. രചന ഓർത്തോണം, രചന. ഓക്കെ. ഇനി അടുത്തതും ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് ഈ മുറ്റം. എന്നുള്ളത് ഈ മുറ്റം. അപ്പൊ എന്താണ് ഈ മുറ്റം? ഡിജിറ്റൽ സാക്ഷരത. ഈ മുറ്റം എന്ന് ഓർത്തിട്ട് എന്തോർക്കണം? ഡിജിറ്റൽ സാക്ഷരത. സാധാരണ സാക്ഷരതയുണ്ട്, ഇത് ഡിജിറ്റൽ സാക്ഷരതയാണ്. ആർക്ക് വേണ്ടിയിട്ട്? 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക്. 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക്. 15 വയസ്സിൽ മുകളിൽ പ്രായമുള്ള ഡിജിറ്റൽ നിരക്ഷരരായവരെ ഡിജിറ്റൽ സാക്ഷരത കൈവരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ആരംഭിച്ച പദ്ധതി. ക്ലാസ്സുകളൊക്കെ നൽകി ഡിജിറ്റൽ സാക്ഷരത കൈവരിപ്പിക്കുക. 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഡിജിറ്റൽ സാക്ഷരത കൈവരിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഈ മുറ്റം എന്ന പദ്ധതി. ഈ മുറ്റം ഡിജിറ്റൽ സാക്ഷരത എന്ന് ഓർക്കണം. 15 വയസ്സെന്ന് ഓർത്താൽ ആ പദ്ധതി കിട്ടും. ക്ലിയർ? ശരി. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സരസ്വതി സമ്മാൻ. 2022 സരസ്വതി സമ്മാൻ ആർക്കാണ് ലഭിച്ചത്? ശ്രദ്ധിക്കണേ, 2022 സരസ്വതി സമ്മാൻ പ്രഖ്യാപിക്കുന്നത് 23-ലാണ്. 2022 സരസ്വതി സമ്മാൻ ലഭിക്കുന്നത് ഒരു തമിഴ്നാട് സ്വദേശി, പേര് ശിവശങ്കരി. സരസ്വതി സമ്മാൻ 2022 ലഭിക്കുന്നത് ശിവശങ്കരിയുടെ ഏത് കൃതി? ശിവശങ്കരിയുടെ സൂര്യവംശം എന്ന കൃതി. 2019 പുറത്തിറങ്ങുന്ന കൃതിയാണ് സൂര്യവംശം. അപ്പോ ശിവശങ്കരി ഓർക്കണം, സൂര്യവംശം ഓർത്തോണം, സരസ്വതി സമ്മാൻ ഓർത്തോണം. നോക്കൂ, സരസ്വതി സമ്മാൻ ശിവശങ്കരി, ശിവശങ്കരി, സൂര്യവംശം, സരസ്വതി സമ്മാൻ, ശിവശങ്കരി, സൂര്യവംശം. 3 പോയിന്റ് ഓർത്തോളൂ.
3 പോയിന്റ് ഓർക്കാം. ശരി, അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ തകഴി സാഹിത്യ പുരസ്കാരം 2023. തകഴി സാഹിത്യ പുരസ്കാരം, തകഴി 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 സാഹിത്യ പുരസ്കാരം 2023 ആർക്ക് ലഭിച്ചു? തകഴി സാഹിത്യ പുരസ്കാരം 2023 കിട്ടുന്നത് എം മുകുന്ദൻ. പേരോർത്ത് വെച്ചോളൂ, എം മുകുന്ദൻ ആണ്. എം മുകുന്ദൻ. തകഴി സാഹിത്യ പുരസ്കാരം 2023 ലഭിക്കുന്നത് എം മുകുന്ദൻ ആണ്. തകഴി സാഹിത്യ പുരസ്കാരം 2023 എം മുകുന്ദൻ. അപ്പൊ അതും ക്ലിയർ ആയി. സരസ്വതി സമ്മാൻ, പിന്നെ തകഴി സാഹിത്യ പുരസ്കാരം, മലയാറ്റൂർ പുരസ്കാരം, ഇതൊക്കെ ഓർമ്മയുണ്ട്. മലയാറ്റൂർ പുരസ്കാരം ബെന്യാമിൻ, തകഴി സാഹിത്യ പുരസ്കാരം എം മുകുന്ദൻ, പിന്നെന്താണ് സരസ്വതി സമ്മാൻ ശിവശങ്കരി. ഓർത്തു വെച്ചോണം കേട്ടോ. ശരി, അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്തത് വ്യാസ് സമ്മാൻ. അടുത്ത പുരസ്കാരമാണ് അല്ലെ, വ്യാസ് സമ്മാൻ. പുരസ്കാരത്തിന്റെ പേര് ഓർത്തോ, വ്യാസ് സമ്മാൻ. 32ാമത്തെ വ്യാസ് സമ്മാൻ പുരസ്കാരം. ഓർക്കണേ, 32ാമത്തെ വ്യാസ് സമ്മാൻ പുരസ്കാരം. 32ാമത്തെ വ്യാസ് സമ്മാൻ പുരസ്കാരം ഒരു ഹിന്ദി സാഹിത്യകാരനാണ് കിട്ടുന്നത്. പേരാണ് ഗ്യാൻ ചതുർവേദി. ഗ്യാൻ ചതുർവേദി എന്നാണ് പേര്. ഗ്യാൻ ചതുർവേദി. 32ാമത്തെ വ്യാസ് സമ്മാൻ പുരസ്കാരം 2023 പ്രഖ്യാപിക്കുമ്പോൾ ലഭിക്കുന്നത് ഗ്യാൻ ചതുർവേദി. ഗ്യാൻ ചതുർവേദിയുടെ ഏത് കൃതിയാണ്? പാഗൽ ഖാന. നോക്കൂ, പാഗൽ ഖാന ഹിന്ദി കൃതിയാണ്. പാഗൽ ഖാന ആരുടെ കൃതി? ഗ്യാൻ ചതുർവേദി. എന്ത് കിട്ടി? വ്യാസ് സമ്മാൻ കിട്ടി. എത്രാമത്തെ വ്യാസ് സമ്മാനം? 32ാമത്തെ വ്യാസ് സമ്മാനം കിട്ടി. ഓക്കെ, അപ്പൊ 2023 മാർച്ചുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.